യാമനെ എന്ത് ബത്തക്കയാ എന്ത് കഥ എന്ത് ഇത്? അപ്പൊ കഥ എന്താന്ന് വെച്ചാല് നമ്മളെ ദർശനം എല്ലാ കൊല്ലം സീനിയേഴ്സ് ഇറങ്ങുമല്ലോ. അപ്പൊ ഈ ഇറങ്ങുന്ന സമയത്ത് ആ വർഷത്തെ ഇറങ്ങുന്ന ടീം എന്ത് ചെയ്യും, കുട്ടികൾക്ക് നേരത്തെ ഫുഡ് കൊടുക്കും. അപ്പൊ ആ ഫുഡ് കൊടുക്കുന്ന പരിപാടിനാണ് ബത്തക്ക ഇപ്പൊ ഇന്ന് അതിന്റെ പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് പോയാൽ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാ പരിപാടി ഉഷാറാക്കാൻ പോണ്. ബറാത്തിന് നോമ്പായതുകൊണ്ട് തന്നെ ഒരു 1.5 നോമ്പ് തുറക്കാനുള്ള പരിപാടിയായിട്ട് പിള്ളേർ ക്യാൻറ്റീൻ പോയിട്ട് എന്താണ് സ്പെഷ്യൽ ചോദിച്ചപ്പോ ഇതാണ് മറുപടി ഇട്ടാ. ബത്തക്കയോട് സാദൃശ്യമുള്ള പപ്പായനോട് മെല്ലിക്കിട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാക്രൂബായിട്ടാ. ഒരു ചാക്ക് ബത്തക്കയും കൊണ്ട് മുഖാവസ്ഥയുണ്ട്. നേരത്തെ ഇരിക്കാനുള്ള കാർപ്പറ്റ് കൊണ്ട് നമ്മൾ കിണാശ്ശേരി വന്നിട്ടുള്ളത്. അത് മേലക്കട് കൊണ്ടാനുള്ള മടിയോട് അവിടെ നിന്ന് അടിയുന്ന ഒരു ഒറ്റ എജ്ജാതി കയറല്ലേ. പണിയെടുക്കാത്ത പലരും പണിയെടുക്കുന്നത് കാണാൻ വല്ലാത്ത സന്തോഷം. ഇതിപ്പോ എത്താപ്പ കാട്ടിക്കൂട്ടാനുള്ള എത്തും മുട്ടും കിട്ടാത്ത കളിയാണ് വെറുപ്പ് കളിക്കുന്നത്. എന്തേലൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാനുള്ള തീരുമാനത്തിൽ പോയുള്ളത്. ഫ്രൂട്ട്സ് കട്ടിക്കൊക്കെ ഏകദേശം തീരുമാനമായിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം പണികളൊക്കെ തീരുമാനമായിട്ടോ. നേരത്തെ കണ്ട സ്ഥലം അങ്ങോട്ട് മാറ്റി മറിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ടീംസിന്റെ പവർ ഇട്ടാ. എന്നാ പിന്നെ നോമ്പ് ഉറക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തുക്കണം. ബാങ്ക് കൊടുത്തപ്പോ തന്നെ ഈത്തപ്പയം കൂടെ നോമ്പാൻ തുറന്ന് കുടിക്കാൻ നല്ല അടിപൊളി ജ്യൂസ് കിട്ടാ. സാധനം ഉസാറ ജ്യൂസായിരുന്നു, പിള്ളേരുണ്ടാക്കിയാണല്ലോ. പിന്നെ നല്ല തിക്കായിട്ടുള്ള ബ്രെഡ് പോക്കറ്റും. സാധനം അടിപൊളി സാധനമായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തായിട്ടുണ്ടായിരുന്ന ചിക്കൻ റോളായിരുന്നു കേട്ടോ. സാധനം അടിപൊളി ആയിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനമായിരുന്നു, പറയാനൊന്നുമില്ല. അടിപൊളി സാധനം. പിന്നെ നമ്മളെ ബത്തിക്കും പഴവും പൈനാപ്പിളും പപ്പായും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും അതുകൂടെ കുടിച്ചപ്പോ സംഗതി ഉസാറായിട്ട്. നോമ്പത്തോളം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു ചെറുതായിട്ടൊരു മൗലൂദും. അടുത്ത ഫുഡ് പരിപാടിക്ക് വേണ്ടിയിട്ട് ബത്തിക്ക ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ജുഗിസ്ഥാൻ ടീംസും. പഴയ വർണ്ണങ്ങളിൽ ഗോപുരം നിർമ്മിക്കുന്ന ജുറേജു കൂടെ തുള്ളി കളിക്കുന്ന ഇസ്മായിലും. ഇനിയാണ് മക്കളെ ഫുഡ് പരിപാടി. വരുന്നവരെ സ്വീകരിക്കാൻ നസീഫ് മോലിയാര്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ബത്തക്ക ജ്യൂസും. അത് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ജ്യൂസൊക്കെ ഉഷാറായിട്ടാ. ഒരു പ്ലേറ്റ് 4 ആൾക്കാരാണ് ഫുഡ് അടിക്കുന്നത്. ഇതിന്റെ കടയിൽ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി നസീഫ് മോലിയാർ മൈക്കും കൊണ്ട് ഇറങ്ങിക്കൊണ്ടിട്ടാ. മന്തി ഒരു മാരണ ഐറ്റം ആയിരുന്നിട്ടാ. ഇത് റൈസ് ആണെങ്കിലും അൽഫാം ആണെങ്കിലും മയോണീസ് ആണെങ്കിലും ഒക്കെ ഒരു 1.5 മുതൽ സാധനമായിരുന്നിട്ടാ. പൊളി എന്നൊക്കെ പറഞ്ഞ ഒരേ പൊളി മന്തി. ഒരു പിന്നെ അടിപൊളി പുഡിങ്ങും അൽവയും ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അടിപൊളിയൊക്കെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ മേലെ ലെമൺ ടീം സീന് തീരുമാനമായി. ഹത്തം നോക്കയാ ബൈ.